സഭയുടെ നാടകാവിഷ്കരണമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. കിട്ടണില്ല, വെറുതെ വന്ന് ഇവിടെ നിന്നും. ഒരു നീർക്കോലി, നീർനാഗം, നീ ഇന്ന് ഇതില് വീഴൂട്ടാ. എന്റെ ഉള്ളിലേക്ക് പടി നീ പോരല്ലേ, ഇവിടെ തന്നെ ഇരിക്കാം. ചാടണ കേറി ഞാൻ പോയിട്ട് വരാം. നമുക്ക് ബസിക്കരുത്. നീ എന്തൊക്കെ കാണിക്കരുത്, നമുക്ക് പേടിയാണ്. ഇവര് പേടിയില്ല, ഇത് പേടിയില്ല അല്ലേ? നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടാ. ആരും കാണില്ല, പക്ഷെ വിശക്കുന്നില്ല. കണ്ണിന് വറുക്കണ മണം, ചോറൊന്നും ആയിട്ടില്ല. അമ്മച്ചിയെ വിശക്കുന്നുണ്ടല്ല, ആയില്ല അല്ലേ? ഒന്നും കുറച്ചു നേരം കൂടി നിന്റെ അടുപ്പിക്കാം. അയച്ചു വിടാം, ഒരു പണി ഒപ്പിക്കലും വേണ്ട. അയച്ചു വിട്ടാ പണി കിട്ടും. എന്താണ് എന്താണ് ഇത്? നീർക്കോലി കുഞ്ഞല്ലേ? എന്നാ നീ കൊണ്ടേ മുല കൊടുത്ത് വളർത്തിക്കോ. ഞാനെന്തിനാ മുല കൊടുക്കുന്നത്? ഞാൻ പറ്റുന്നതാ. എനിക്ക് എങ്ങനെ അറിയാം? ഇത് എവിടെ നിന്ന് വന്നു? ഇത് അവനായിരിക്കും. ഇതാ. ഓ, എന്താടാ ഇത്? നീർനാഗം. നീ കേട്ടോടി പറഞ്ഞത്? ഒരു ചെറിയ നീർക്കോലി കുഞ്ഞിനെ നീർനാഗം. പള്ളിക്കൂടത്തിൽ അങ്ങനെ എനിക്ക് പള്ളിക്കുട്ടി പഠിപ്പിച്ചൊന്നും അല്ലാതെ. പിന്നെ ഒരു തമിഴ് കാവലെ വന്നില്ലായിരുന്ന അന്ന് അങ്ങേട്ട് പറഞ്ഞതാണ് നീർക്കോലിക്ക് നീർനാഗെന്ന്. അത് നമ്മളൊക്കെ ഏറ്റെടുത്ത്. നീർക്കോലി നീ പറയാൻ പാടില്ല. എന്തിനാണ് ഇതിനെ ഇവിടെ കൊണ്ടുവന്നത്? വെറുതെ പിടിച്ചതാ, വെറുതെ പിടിച്ചതാ അമ്മച്ചി. വെറുതെ പിടിച്ചതാ അമ്മച്ചി. തല്ലേ തല്ലേ നീ എങ്ങനെയാണോ ഈ കൊച്ചിനെ പഠിപ്പിച്ചത്? ഒഞ്ചും കാട്ടി അടുക്കള മാത്രമാണ് നിന്നോളും. എടുക്കടാതിനെ. പള്ളി കണ്ടില്ലല്ലോ. എടുക്കടാതിനെ. അതൊക്കെ അവിടെ വെച്ചോ, അതിലേക്ക് നീ കഴിയുന്ന
അവളെ അവളെ കിട്ടും. നിനക്ക് തോട്ടിൽ പോയി പിടിക്കാനായിട്ട് നല്ല കഴിവായിരുന്നല്ലോ. ഇങ്ങനെ പറ്റിപ്പോയി ബാബുജി. വാടാ തൊട്ടിമക്കത്തായിട്ട് വാടാ. വാടാ ഇവിടെ വാടാ. ഇവിടെ തൊട്ടിമക്കത്ത് വാ. അഴിച്ചു വിടടാ അതിനെ. കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ തോട്ടിലേക്ക് വിടടാ. മോനെ, നമ്മുടെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. കാരണം അവർക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. മോനത് എന്നും പാഠമായിരിക്കണം. കേട്ടല്ലോ?